നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. കേരളം പ്രളയത്തിൽ. ജലസംഭരണിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജലസംഭരണിയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം പുറത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കനത്ത നാശനഷ്ടം. കെട്ടിടം തകർന്നും മണ്ണിടിഞ്ഞു വീണും 7 പേർ മരിച്ചു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു വീട്ടിലെ 3 പേർക്ക് ജീവൻ നഷ്ടമായി. 33 ഡാമുകൾ തുറന്നു. മിക്ക നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ശനിയാഴ്ച വരെ അടച്ചിട്ടു. 10,000-ലധികം പേരെയാണ് വിവിധ ജില്ലകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശബരിമലയും മൂന്നാറും റാന്നിയും അടക്കം നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 3 പേരെ കാണാതായി. തിരുവനന്തപുരം നഗരത്തിലെ നിരവധിയിടങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ, ഇടുക്കി അടക്കം സംസ്ഥാനത്തെ ഡാമുകളിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ചെറുതോണിയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഇടുക്കിയിൽ ഡാമിൽ വന്നു ചേരുന്ന അല്ലെങ്കിൽ ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിവിടുന്ന വെള്ളത്തേക്കാൾ കൂടുതലാണോ ഇപ്പോൾ ഡാമിനകത്തേക്ക് വന്നു ചേരുന്നത്? വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുകയാണോ? സനീഷ്, സമാനതകളില്ലാത്ത വിധം സങ്കീർണമായി തന്നെയാണ് ഇടുക്കി അണക്കെട്ടിലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുടർന്നതോടെ വലിയ രീതിയിലാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ 15.74 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ അണക്കെട്ടിൽ നിന്നും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അണക്കെട്ടിൻ്റെ സ്വാഭാവികമായ വൃഷ്ടിപ്രദേശത്തു നിന്നും ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തുറന്നു വിട്ടിരിക്കുന്ന വെള്ളം കൂടി ചേരുമ്പോഴാണ് ഇത്തരം ഉണ്ടാവുക. സാധാരണഗതിയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളമാണ്, അതായത് റെക്കോർഡ് നീരൊഴുക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അണക്കെട്ടിൽ നിന്ന് ഇപ്പോൾ 10 ലക്ഷം ലിറ്റർ വെള്ളം തുറന്നുവിടുന്നു പുറത്തേക്ക്. ചെറുതോണിയിൽ നമ്മൾ ഈ കാണുന്ന മഹാപ്രവാഹം അതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം 1.5 ലക്ഷം ലിറ്റർ വെള്ളം മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയും പുറത്തുവിടുന്നു. അങ്ങനെ 11 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. എന്നാൽ എത്തിക്കൊണ്ടിരിക്കുന്നത് 15 ലക്ഷം ലിറ്ററും. അതായത് ഇവ തമ്മിലുള്ള അന്തരം തന്നെ ഇപ്പോഴും ഏതാണ്ട് 3-3.5 ലക്ഷം ലിറ്ററിൻ്റെ വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2398.68 അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ പല ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ചെറുതോണിയിൽ ഈ ചപ്പാത്ത് പൂർണ്ണമായി മൂടപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് നിശേഷം ഇല്ലാതായിരിക്കുന്നു. നിരവധി ചെറിയ മാടക്കടകളും മറ്റും വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ചെറുതോണി പട്ടണത്തിന് സമീപം തന്നെ 3 ഇടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായി. കട്ടപ്പന ചെറുതോണി പാത പൂർണ്ണമായി ഇപ്പോൾ ഗതാഗത സ്തംഭനമാണ്. ഒപ്പം ഇടുക്കി ജില്ലയിലെ മറ്റു പ്രധാന പാതകളിലെല്ലാം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഇടുക്കി ജില്ല പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഗ്രാമങ്ങളിലടക്കം പലയിടങ്ങളിലും വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. ഇപ്പോൾ ചെറുതോണിയിൽ പോലും സ്വകാര്യ സേവനദാതാക്കളുടെ പല മൊബൈൽ ടവറുകൾ പോലും പ്രവർത്തനരഹിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു സ്ഥിതിഗതികളിൽ കൂടിയാണ് ഇപ്പോൾ ഇടുക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, അവിടെ ആളുകളെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണോ? നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ പടിപടിയായിട്ടാണ് ജലമുയർന്നതും ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ പോയതുമൊക്കെ എന്നതുകൊണ്ട് നേരത്തെ തന്നെ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളെല്ലാം സുരക്ഷിതമാണ് എന്ന ആശ്വാസത്തോടെ തന്നെയല്ലേ നിൽക്കാനാവുക? പക്ഷേ അതേസമയം അവിടങ്ങളിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? സർക്കാർ സംവിധാനങ്ങളും മറ്റും എത്രമേൽ പ്രയത്നിച്ചാലും ഈ ഒരു മോശം കാലാവസ്ഥ കാരണം കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമല്ലോ. സനീഷ്, ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ സ്ഥിതിഗതികൾ താരതമ്യേന ഭേദമാണ്, അല്ലെങ്കിൽ മികച്ചതാണ്. കാരണം 2 ആഴ്ച മുമ്പ് തന്നെ ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ട്രയൽ റൺ നടത്തിയ സാഹചര്യത്തിൽ അതിന് തൊട്ടു മുമ്പ് തന്നെ ഈ പെരിയാറിൻ്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലായിടങ്ങളിലെയും കരിമ്പനിലെയും തടിയമ്പാട്ടിലെയും പെരിയാർ വാലിയിലെയും പാമ്പളയിലും എല്ലാം ഉള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അവർ സുരക്ഷിതരായി ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഇന്നലെ വീണ്ടും അണക്കെട്ടിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായും റവന്യൂ ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ സേനാംഗങ്ങളും ഒരു വട്ടം ഈ താഴ്വാരങ്ങളിൽ പരിശോധന നടത്തി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇപ്പോൾ ഇതിനുശേഷവും ആരെയും കാണാതായതായോ മറ്റോ ഒഴുക്കിൽപ്പെട്ടതായോ ഒന്നും വിവരമില്ല. അതുകൊണ്ട് ആൾനാശം പൂർണ്ണമായി ഇല്ലാതെ, അപകടം യാതൊന്നുമില്ലാതെ അതീവ സുരക്ഷമായി തന്നെ ലോകത്ത് തന്നെ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഇവരെ പുനരുദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിൽ താൽക്കാലികമായ പ്രശ്നങ്ങളില്ല. അക്കാര്യങ്ങളെല്ലാം
ഏതാണ്ട് തൃപ്തികരം, അല്ലെങ്കിൽ അവർക്ക് സുഖമായി ജീവിക്കാം. പക്ഷേ എന്തൊക്കെ ഭൂമിശാസ്ത്രപരമായ നഷ്ടം അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ നഷ്ടങ്ങൾ എന്തൊക്കെ വരും എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പുഴ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വലിയ മഹാപ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വലിയ മഹാപ്രവാഹമായിട്ട് ആ വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചെറുതോണി എന്ന് ഇതിനകം തന്നെ കേരളത്തിനാകെ തന്നെയും നേരത്തെ പരിചയമില്ലാതിരുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ അങ്ങേയറ്റം ചിരപരിചിതമായ സ്ഥലപ്പേര് വഹിക്കുന്ന ഇടത്താണ് ഇപ്പോൾ MS സനീഷ് കുമാർ നിൽക്കുന്നത്, കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഇടത്തുകൂടിയാണ് ഇതിനകം ലോകം മുഴുവൻ കണ്ട ആ ദൃശ്യമുണ്ടായത്. ഞങ്ങളുടെ ക്യാമറക്കകത്തുകൂടെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു രക്ഷാപ്രവർത്തകർ കുട്ടിയെ കൊണ്ട് ഓടിപ്പോകുന്ന ആ പാലം ഇപ്പോൾ ഈ ഒഴുകുന്ന വെള്ളത്തിന് എത്രയോ അടി താഴെയാണ്. ആ പാലത്തിന് ആ ചപ്പാത്തിന് മുകളിലൂടെ വലിയ തോതിലെ പ്രവാഹമായിട്ട് താഴേക്ക് ഒഴുകുകയാണ് പുഴ. ഇതേക്കാൾ കൂടുതൽ ശക്തിപ്പെടാനാണ് വരും മണിക്കൂറുകളിലെ സാധ്യത ജലമൊഴുക്കിൻ്റേത് എന്ന് മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യങ്ങളാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരെ മുകളിൽ ഇടുക്കി ഡാമിലേക്ക് മുല്ലപ്പെരിയാർ കൂടെ തുറന്നുവിട്ടിരിക്കുന്നു. ആ വെള്ളം കൂടെ അതുവഴിയാണ് വരുന്നത്. അതേസമയം ഇടുക്കിയിൽ ഇപ്പോൾ 12 ലക്ഷത്തോളം ലിറ്റർ വെള്ളം താഴേക്ക് സെക്കൻഡിൽ ഒഴുക്കിവിടുന്നുണ്ട് എങ്കിൽ 15 ലക്ഷത്തോളം വെള്ളം അവിടേക്ക് ഒരു സെക്കൻഡിൽ വന്നു ചേരുന്നു എന്നതാണ് അവസ്ഥ. അതായത് അവിടേക്ക് എത്തിച്ചേരുന്ന വെള്ളം മുഴുവനായും പോലും തന്നെ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുക്കിവിടാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങേറ്റം ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ്. അത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പുറം ലോകത്തോട് പറയാനുള്ള ആഗ്രഹമാണ് അനീഷ് കുമാർ അടക്കമുള്ള അവിടെയുള്ള റിപ്പോർട്ടർമാർക്കുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നല്ല ആശങ്കയോടുകൂടി അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണെന്നാണ് സാഹചര്യം. 17-ാം തീയതി വരെ മഴ തുടരും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടെ നമുക്ക് മുന്നിലുള്ള സ്ഥിതിക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ചെറുതോണിയിൽ നിന്ന് ഈ കാണുന്ന വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകിയെത്തുന്നത് താഴെ ആലുവ പ്രദേശങ്ങളിലേക്കാണ്. ഭൂതത്താൻകെട്ടിലൂടെയും മറ്റും. ഭൂതത്താൻകെട്ടിലെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടേക്കാണ് എത്തിച്ചേരുന്നത്. ഭൂതത്താൻകെട്ടിലെ മുഴുവൻ ഷട്ടറുകളും നേരത്തെ തന്നെ ഉയർത്തിവെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ അവിടെയില്ല. പ്രത്യേകിച്ച് നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഒരുക്കാൻ അവിടെ ആവുകയില്ല. അതുവഴി വെള്ളത്തെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് ഒഴുക്കിവിടുക എന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആലുവ പ്രദേശങ്ങളിലാകെ തന്നെയും അവിടെയും മഴ പെയ്യുന്നുണ്ട്. അവിടെ ഇതിനകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് പലയിടങ്ങളിലും. അവിടെ വീണ്ടും വെള്ളം ഉയരുക എന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. നെടുമ്പാശ്ശേരിയിൽ അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവായിട്ട് നെടുമ്പാശ്ശേരിയിൽ വിമാന താവളം പൂർണ്ണമായി തന്നെ അടക്കുന്ന അവസ്ഥ. അതും 1-2 മണിക്കൂറുകളിലേക്കല്ല, 2 മണി വരെ എന്നാണ് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും ശനിയാഴ്ച വരെ പ്രവർത്തിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുന്ന അത്രയ്ക്ക് ഗൗരവതരമാണ് സാഹചര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ പറയുന്ന മധ്യ കേരളത്തിലെയും ഇടുക്കി തൊട്ട് ഇങ്ങോട്ട് എറണാകുളം വരെയുള്ള കാര്യം മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ മഴ, അതായത് ഈ 39 നദികൾ ഡാമുകളുള്ള ചെറുതും വലുതുമായ ഉള്ളിടങ്ങളിൽ 33 ഡാമുകളും തുറന്നുവിട്ടിരിക്കുകയാണ്. അത് സമീപകാലത്തൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. ദീർഘകാലത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം 33 ഡാമുകൾ തുറന്ന് ആ ഡാമുകൾക്കകത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളം താഴേക്ക് അതിശക്തിയിൽ ഒഴുക്കിവിടാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഒഴുക്കിവിടേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് 41 നദികൾ ഉള്ളതിൽ ഭൂരിപക്ഷം നദികളും നിറഞ്ഞൊഴുകുകയാണ്, മഴ പെയ്യുകയുമാണ്. ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലാണ്. പക്ഷേ ആളുകൾക്ക് അപായമുണ്ടാകാത്ത വിധം കാര്യങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക്, അധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും പറഞ്ഞ് വിവരിക്കാനാകാത്തത്ര വലിയ ദുരിത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മണിക്കൂറുകളിലൂടെയാണ് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി ഈ കഷ്ടകാലം കടന്നു പോകാൻ കാത്തിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനാവുന്നുള്ളൂ. വണ്ടിപ്പെരിയാറിൽ നിന്നിപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സനോജ്, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്താണ്? അവിടെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ? വിവരങ്ങൾ എന്ത്? തീർച്ചയായിട്ടും സനീഷ്, അതിശക്തമായ മഴയാണ് വണ്ടിപ്പെരിയാറിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് വണ്ടിപ്പെരിയാറും കട്ടപ്പനയും മഞ്ചുരുളിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന മഴയ്ക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല. നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതോടുകൂടി വണ്ടിപ്പെരിയാർ ഇരുകര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അസംഷൻ ചർച്ചിൻ്റെ ഒരു സെമിത്തേരി ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒപ്പം ഇവിടുത്തെ ഒരു സെൻറ്റ് മേരീസ് സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. സ്കൂളിൻ്റെ താഴത്തെ നില, ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ പെരിയാർ തീരത്തുള്ള നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. വളർത്തുമൃഗങ്ങൾ ഒലിച്ചു പോകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. ഒപ്പം വീട്ടുപകരണങ്ങൾ, പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ വീട്ടുപകരണങ്ങൾ ഈ പെരിയാറിൻ്റെ തീരത്തൂടെ ഒലിച്ചു പോകുന്നു. ഇത്തരത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യം. 5000-ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. അടിക്കടി വെള്ളം ഉയരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും
2014 ഡിസംബർ 9 ആയിരുന്നു ഇതിനു മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയത്. അന്ന് 136 അടിയായിരുന്നപ്പോൾ സ്പിൽവേ വഴിയുള്ള ഷട്ടറുകൾ ഉയർത്തുകയായിരുന്നു. എന്നാൽ അന്ന് മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ നിർദ്ദേശങ്ങളോ ഒന്നും നൽകിയിരുന്നില്ല. പക്ഷേ അന്നൊരു കാര്യമായ വെള്ളപ്പൊക്കം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള എതിർപ്പും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് തമിഴ്നാട് സർക്കാർ കൃത്യമായ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകുകയും ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാം തുറന്നുവിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നതെന്നും ഡാമിൻ്റെ സംഭരണശേഷി 142 അടുക്കുകയാണെന്നും അത് വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 2 ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് നൽകിയത്. അതിനെ തുടർന്ന് 5000-ൽ പരം കുടുംബങ്ങളെ വിവിധ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒപ്പം അതുകൊണ്ട് തന്നെ കാര്യമായ നാശനഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് വേണം പറയാം. പക്ഷേ പല വീടുകളും പെരിയാർ തീരത്തുള്ള 100 കണക്കിന് വീടുകൾ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇപ്പം അടിക്കടി വെള്ളം ഉയർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതെ, ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്ന ശേഷം വെള്ളം രാവിലത്തെ കാണുമ്പോൾ കൂടിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ടതൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി കുറേ പേരെ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ രാവിലെ എത്രത്തോളം വെള്ളമുണ്ടായിരുന്നു? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാൽ രാവിലെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും രാവിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്ക് രാവിലെ 9 കൊണ്ട് ആ കാണുന്നതിൻ്റെ താഴെയായിരുന്നു, ശരിക്കും താഴെയായിരുന്നു. ഇപ്പം ശരിക്കും കൂടിയിട്ടുണ്ട്. പെരിയാറിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും വെള്ളം കൂടിയിട്ടുണ്ട്. ശരിക്കും 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയുന്നു. അപ്പം കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. നേരത്തെ ഇന്നലെ പോലെ തന്നെ ടി വിയിലും അല്ലാതെ തന്നെ ഇന്നലെ വൈകുന്നേരം കളക്ടർ ഇവിടെ വരികയും വന്നിട്ട് എല്ലാവരും അലർട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ എല്ലാവരും കയറ്റി പാർപ്പിക്കും, ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവരെ LP സ്കൂളിലുമായിട്ട് UP സ്കൂളുമായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ താമസിച്ചിട്ടുണ്ട്. അവർക്കുള്ള ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ആറ്റാറമ്പലിലുള്ള കുറേ കാലമായിട്ട് ഇവിടെ വെള്ളം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതുപോലെ സാഹചര്യം ഉണ്ടായിരുന്നു? ഇതുപോലെ ഉണ്ടായിട്ടില്ല, മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് 10-30 വർഷം ശേഷമാണ്. 30 വർഷത്തിന് ശേഷം നിങ്ങൾ ആശങ്കയുണ്ടോ? നിങ്ങൾ ഉണ്ടല്ലോ, ഇനി ഉണ്ടല്ലോ, ഇല്ലായിരിക്കുമല്ലോ. സനീഷ്, ഇതാണ് പെരിയാർ തീരത്തുനിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. 100 കണക്കിന് കുടുംബങ്ങളെ വിവിധ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വിവിധ കുടുംബങ്ങളുടെ ഭവനങ്ങളിലേക്ക് വെള്ളം ഇരമ്പിയാർന്ന് കയറിയിട്ടുണ്ട്. ഇത് മുമ്പില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവിടെ നിന്നും നാട്ടുകാർ നൽകുന്ന വിവരം. സനീഷ്. സനോജ് സുരേന്ദ്രൻ വണ്ടിപ്പെരിയാറ്റിൽ നിന്നാണ് ആ വിവരങ്ങൾ നൽകുന്നത്. അവിടേക്ക് മുല്ലപ്പെരിയാർ തുറന്നുവിട്ടതോടെ അവിടെ വലിയ തോതിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇന്ന് പുലർച്ചെ 2:35ഓടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ തമിഴ്നാട് തുറന്നത്. 13 ഷട്ടറുകൾ ഒരടി വീതം ആദ്യം തുറന്നു. 2 മണിക്കൂറിന് ശേഷം 3 ഷട്ടറുകൾ അടച്ചു. പക്ഷേ പിന്നീട് എല്ലാ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിയന്ത്രണങ്ങളില്ലാതെ തന്നെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് താഴേക്ക് വെള്ളം വരുന്നത്. ഇടുക്കി ഡാമിലാണെങ്കിൽ ഓരോ നേരത്തും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ MS സനീഷ് കുമാർ അക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു ഭാഗങ്ങളിലും ഇത് തന്നെയാണ്, സമാനമായ അവസ്ഥയാണ്. അവിടെ ഡാമുകൾ സംബന്ധിച്ചുള്ള ആശങ്ക ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ഭാഗത്തുള്ളത്. പക്ഷേ അവിടെ നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിലൊരു ശ്രദ്ധയുണ്ടായിരുന്നതുകൊണ്ട് കുറേയേറെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും എത്തിച്ച് ആളുകൾക്ക് വലിയ തോതിൽ അപായമുണ്ടാകാത്ത വിധം കാര്യങ്ങളെ കൊണ്ടുപോകാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളിടങ്ങളിൽ നേരത്തെ അത്രക്ക് ആശങ്കയില്ലാതിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ദുരിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരും. അവിടെയാണ് ഇന്നത്തെ 3 മരണം, സങ്കടകരമായ വാർത്ത അവിടെ നിന്നാണുള്ളത്. 3 മരണം നിലമ്പൂർ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. കൈതക്കുണ്ടിൽ മണ്ണിടിഞ്ഞാണ് 3 പേർ മരിച്ചത്. സുർജിത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, മഴ ഒരല്പമെങ്കിലും മാറി നിന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, മഴ അല്പം പോലും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതി. ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടി നഗരത്തിലാണ്. ഈ കൊണ്ടോട്ടി നഗരത്തിൽ വലിയ അളവിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉള്ളത്. അരയോളം വരെ വെള്ളം റോഡിൽ എത്തി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. പ്രധാന പാതയാണ് ഇത്. എയർപോർട്ടിലേക്കും അതോടൊപ്പം തന്നെ മലപ്പുറത്തുനിന്നും കോഴിക്കോട്ടേക്കുമുള്ള പ്രധാന പാതയാണ്. ഈ പാതയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പല വാഹനങ്ങളും ഇവിടെ റോഡിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ അളവിലുള്ള ഗതാഗതക്കുരുക്കുണ്ട്. മാത്രമല്ല ചില മൊബൈൽ സർവീസുകളുടെ റേഞ്ച് പൂർണ്ണമായും നിലച്ച ഒരു സ്ഥിതി കൂടിയുണ്ട്. മൊബൈൽ ടവറുകളെ സാരമായി ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ മഴപ്പെയ്ത്ത് മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ അപകടമുണ്ടായി. ഈ കൊണ്ടോട്ടിക്ക് അടുത്തുള്ള ഐക്കരപ്പടിയിലാണ് അപകടമുണ്ടായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. സുനീറ, ഭർത്താവ് അസീസ്, മകൻ ഉബൈദ്, 6 വയസ്സുള്ള മകൻ ഉബൈദ് എന്നിവരാണ് മരിച്ചത്. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 3 മരണമുണ്ടായിരിക്കുന്നു.
മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലെല്ലാം തന്നെ വലിയ അളവിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടിയ സ്ഥിതിവിശേഷമുണ്ട്. കരുവാരക്കുണ്ടിലും അതോടൊപ്പം തന്നെ ആഴ്ചമ്പാറയിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇത് സ്വാഭാവികമായും സമതലങ്ങളിലും പ്രതിഫലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. സമതലങ്ങളിൽ എത്തുമ്പോൾ എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. മലപ്പുറത്ത് നിന്നും കൊണ്ടോട്ടിയിലേക്കുള്ള വഴിയിലും മഞ്ചേരിയിലേക്കുള്ള വഴിയിലും നിലമ്പൂർ നഗരത്തിലും പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ആ ഒരു തരത്തിൽ വലിയ അളവിലുള്ള ദുരിതപ്പെയ്ത്ത് തന്നെയാണ് മലപ്പുറത്ത്. ഇപ്പോഴും കനത്ത മഴ മലപ്പുറത്ത് തുടരുകയാണ്. മലപ്പുറത്തിന്റെ നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ഒരുപോലെ തന്നെ കനത്ത മഴ തുടരുകയാണ്. ആ ഒരു അപകടം നടന്ന ഇടത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പാതകൾ അടയ്ക്കപ്പെട്ട സ്ഥിതിയാണുള്ളത്. അത്രയ്ക്കധികം ഗുരുതരമായ അളവിലുള്ള വെള്ളക്കെട്ടിനെ അഭിമുഖീകരിക്കുകയാണ് മലപ്പുറം ജില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1400ഓളം പേരാണ് ഉള്ളത്. ഇവർക്കൊന്നും തിരിച്ചു പോകാൻ കഴിയാത്ത വിധത്തിലാണ്. മറ്റ് പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. മുണ്ടേരി ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ, അതോടൊപ്പം തന്നെ കാളികാവ് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ, പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ വിധത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ട്. ഉരുൾപൊട്ടൽ ഉള്ളതിനാൽ തന്നെ വലിയ അളവിലാണ് മലവെള്ളപ്പാച്ചിലുള്ളത്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലെ നദികളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ചാലിയാറും അതോടൊപ്പം തന്നെ കടലുണ്ടിപ്പുഴയും കരിമ്പുഴയും എല്ലാം തന്നെ നിലതെറ്റി ഒഴുകുന്ന സ്ഥിതിയാണുള്ളത്. പലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശമുണ്ട്. ഓണക്കാലം ലക്ഷ്യമിട്ട് വിളവിറക്കിയ വാഴകൃഷിയെല്ലാം പൂർണ്ണമായും തന്നെ നശിച്ച ഒരവസ്ഥയാണ്. ഈ വിധത്തിൽ കോടികളുടെ കൃഷിനാശവും മലപ്പുറം ജില്ലയിൽ സംഭവിച്ചിരിക്കുകയാണ്. സനീഷ്, മഴ ഒരൽപ്പം മാറി നിൽക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന, എവിടെ നിന്നെങ്കിലും ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ വാർത്ത. പക്ഷേ അത് മാത്രം ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. ഒരിടത്തും മഴ ഒരൽപ്പം പിൻവാങ്ങി നിൽക്കുന്നു ചിലയിടങ്ങളിൽ എന്നൊക്കെ പറയാമെങ്കിൽ തന്നെയും, പക്ഷേ മഴയുടെ സാഹചര്യം തന്നെയാണുള്ളത്. മഴ പെയ്തു തുടരുകയാണ്. 2 ദിവസം കൂടെ 17-ാം തീയതി വരെ മഴ തുടരും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. ഇടുക്കിയിലടക്കം ഡാമുകളിൽ നിന്ന് സംസ്ഥാനത്താകെ 33 ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇടുക്കിയിലേത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ. ഇടുക്കിയിൽ നിന്നൊക്കെ വലിയ തോതിലാണ് വെള്ളം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡാമുകളിലും കെട്ടിനിർത്തിയിരിക്കുന്ന ജലമെല്ലാം പുറത്തേക്ക് വരികയാണ്. മഴ പെയ്യുകയുമാണ്. അങ്ങേയറ്റം സമീപകാലത്തൊന്നും, ഒരുപക്ഷെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള വിധത്തിൽ കേരളം ആകെ പ്രളയ ദുരിതത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ട കാര്യത്തിൽ പറയാവുന്ന സാഹചര്യമാണുള്ളത്. ഗുരുതരമായ സാഹചര്യമാണ്. വളരെ പെട്ടെന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇടവേള. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും വെള്ളപ്പൊക്കത്തിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം തകർന്നും മണ്ണിടിഞ്ഞു വീണും ഇന്ന് മാത്രം 7 പേർ മരിച്ചു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരു വീട്ടിലെ 3 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 33 ഡാമുകൾ, കേരളത്തിലെ 33 ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. മിക്ക നദികളും കരകവിഞ്ഞൊഴുകുകയുമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ശനിയാഴ്ച വരെ അടച്ചിട്ടിരിക്കുകയാണ്. 10,000-ത്തിലധികം പേരെയാണ് വിവിധ ജില്ലകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശബരിമലയും മൂന്നാറും റാന്നിയും അടക്കം നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 3 പേരെ കാണാതായി. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ അവരെ കണ്ടെത്താനായിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലെ നിരവധിയിടങ്ങളിൽ മുൻകാലങ്ങളിലൊന്നും വെള്ളം കയറാത്തിടത്തുകൂടി ഇത്തവണ വെള്ളം കയറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ, ഇടുക്കി അടക്കം സംസ്ഥാനത്തെ ഡാമുകളിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ്. മിക്ക ജില്ലകളിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയുമാണ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്, പനമരത്ത് നിന്ന് അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? അത് ഏതാണ്ട് വയനാട് പൂർണ്ണമായും തന്നെ ഒറ്റപ്പെട്ടു എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. സനീഷ്, ഇന്ന് ഇപ്പോൾ 2 മണിക്കൂറായി മഴ ഏതാണ്ട് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്നാൽ കൂടിയും ഒരു സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്ന് പറയാറായിട്ടില്ല. ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകൾ 255 സെൻറ്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കാണുന്ന വെള്ളക്കെട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമരം പ്രദേശത്താണ്. പനമരം ഇതിൻ്റെ ഡാമിൻ്റെ ഷട്ടറുകൾ ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പില്ലാതെ ഉയർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശങ്ങളിലൊന്നാണ് പനമരം. ഇവിടെ ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബീച്ചനഹള്ളി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായതുപോലെയുള്ള വലിയ രൂപത്തിലുള്ള വെള്ളക്കയറ്റമില്ല. എന്നാൽ കൂടിയും ഈ 255 സെൻറ്റിമീറ്റർ, ഇന്നലെ രാത്രി 10 മണിക്കാണ് 255 സെൻറ്റിമീറ്ററിലേക്ക് ഷട്ടറുകൾ ഉയർത്തിയത്. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ പ്രദേശമെല്ലാം വെള്ളത്തിനടിയിലാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കബനി കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ട്. ഉരുൾപൊട്ടൽ മേഖല, ഈ നേരത്തെ ഉരുൾപൊട്ടിയിരുന്ന കുറിച്ചർ മലയിൽ, നേരത്തെ 3 പ്രാവശ്യം ഉരുൾപൊട്ടിയിരുന്ന കുറിച്ചൽ മലയിൽ
ഇന്നും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. അതേപോലെ ചുരം റോഡുകളിലെല്ലാം തന്നെ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ട്. പേരിയ ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു. തലശ്ശേരി മാനന്തവാടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലും രാവിലെ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. 9-ാം വളവിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാറ്റി. കുറ്റ്യാടി ചുരത്തിൽ 6-ാം വളവിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വയനാട് ജില്ല ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നിലമ്പൂരുമായി കണക്ട് ചെയ്യുന്ന നാടുകാണി ചുരവും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇതുവഴിയും ഗതാഗതം പൂർണ്ണ അർത്ഥത്തിൽ നടക്കുന്നില്ല. അങ്ങനെ വയനാട് ജില്ല ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇന്നലെ എത്തിയ നാവികസേനയുടെ അധിക യൂണിറ്റിന് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗ്ഗം എത്തിയ അധിക യൂണിറ്റിന് ഇവിടെ ഇറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തന്നെയാണ് വയനാട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വെള്ളത്തിനടിയിലാണ്. തോട്ടം മേഖലയിലും ആദിവാസി മേഖലയിലും എല്ലാം ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. എല്ലാവരെയും ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ സ്ഥലങ്ങളുമായുള്ള ഗതാഗതം ബന്ധം ഒക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾക്ക് വയനാട്ടിൽ വലിയ തോതിൽ വെള്ളം ഉയരുകയാണ്. പക്ഷേ എങ്കിലും ഈ പറയുന്ന പോലെ 2 മണിക്കൂറായിട്ട് മഴ ഒരൽപ്പം പിൻവാങ്ങി നിൽക്കുകയാണെന്ന ആശ്വാസ വർത്തമാനം അവിടെ നിന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജഗതിയിൽ നിന്ന് ബി വിനോദ് ചേരുന്നു. വിനോദ്, ജഗതിയിൽ ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മഴ പെയ്യുന്നുണ്ടോ? സനീഷ്, തിരുവനന്തപുരം, തൃശ്ശൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളാണ് ഇതുവരെ ദുരന്തബാധിതമാകാതിരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് സ്ഥിതി മാറുന്നു. കനത്ത മഴയാണ്. കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത മഴയെ തുടർന്നാണ് ഇപ്പോൾ ജഗതിയിൽ വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് വലിയ തോതിൽ വെള്ളം കയറിയത്. നേരത്തെയും ഇവിടെ കിളിയാറിൻ്റെ തീരത്തുള്ള വീടുകളിൽ ഇത്തരത്തിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ബാധിക്കുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഏതാണ്ട് 200 മീറ്റർ വരെ തീരത്ത് നിന്ന് 200 മീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള വീടുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു. പുലർച്ചെ മുതലുള്ള വെള്ളക്കയറ്റമാണ് ഉണ്ടായത്. ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളും പോലീസും ദുരന്ത നിവാരണ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജനങ്ങളെ ഒഴിപ്പിക്കുന്നു. ഏതാണ്ട് 15ഓളം പേർ ഇപ്പോഴും ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെ കൂടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ജനങ്ങളെ മാറ്റുന്നു. ചേട്ടാ, എത്ര പേര് അകത്തുണ്ട്? അവരെ മാറ്റാനുള്ള നടപടിയാണ്? അവിടെ ഇപ്പോൾ ഒരു 10-25 പേര് കിടപ്പുണ്ട്. അത് കാരണം ഇപ്പോൾ ആദ്യം വിളിച്ചിട്ട് അവർ വന്നില്ല. ഇപ്പോൾ രണ്ടാമത് വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. പോലീസും എല്ലാവരും കൂടെ പോയിരിക്കുകയാണ്. അവർ ആദ്യം നിർബന്ധിച്ച് അവർ വിളിച്ചിട്ട് അവർ വരുന്നില്ല. എന്താ കാര്യം? എന്താ അവർ കരാത്തെന്ന് വെച്ചാൽ അവരങ്ങനെ നിർബന്ധം പിടിച്ച് അവരവിടെ ഇരിക്കുക. അവരുടെ ഈ മുതലുകൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണ് അവരവിടെ ഇരിക്കുന്നത്. സാധനത്തിൻ്റെ അടുത്തൊക്കെയാണ് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല? ഇല്ല കയറിയിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത് ഇപ്പോൾ ഈ പ്രാവശ്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടെ പ്രശ്നമില്ല, വന്നില്ലായിരുന്നു. അവിടെ അങ്ങ് ആറ്റിൻ്റെ മട്ടം പോയതേ ഉള്ളൂ, റോഡിലോട്ട് കയറിയില്ല. സനീഷ്, ഇത്തരത്തിലാണ്. കാരണം തങ്ങളുടെ വസ്തുക്കൾ, സ്വത്തുവകകൾ സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ചിലരും ഈ ദുരിതത്തിനിടയിലും അവരുടെ ചെറിയ വീടുകളാണ് തീരത്തുള്ളത്, ചെറിയ സമ്പാദ്യങ്ങളാണ്, അതുപോലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചിലരെങ്കിലും നിർബന്ധ ബുദ്ധിയോടെ അവിടെ ഇരിക്കുന്നത്. അവരെ ഇവിടേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമീപത്ത് തന്നെ ഒരു വീട്ടിൽ മരണം നടന്നു. 1-ാം നിലയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ 2-ാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴെ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മാറ്റിയത്. കരമനയാർ, കിള്ളിയാർ, ഒപ്പം തന്നെ നെയ്യാർ ഇത് 3 നദികളും ഇപ്പോൾ നിറഞ്ഞ് ഒഴുകുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഡാമുകളെല്ലാം തന്നെ സംഭരണശേഷിയുടെ പൂർണ്ണ തോതിൽ എത്തിയതിനെ തുടർന്ന് എല്ലായിടത്തും വിവരങ്ങളാണ്. ഞാൻ തിരിച്ചു വരാം വിനോദ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. പിന്നെയും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് 141.66 അടിയായി ഉയർന്നിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ ഇരട്ടയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്ന അവസ്ഥയാണുള്ളത്, സാഹചര്യമാണുള്ളത്. ഇരട്ടയാർ നോർത്ത്, പുത്തൻപാലം, ഈട്ടിത്തോപ്പ്, കല്ലാർമുക്ക് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ 3ാമത്തെ ഷട്ടറും 10 സെന്റിമീറ്റർ ഉയർത്തി. ഭൂതത്താൻകെട്ട് ഡാമിലും ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുകയും ഒഴുകുകയുമാണ് താഴേക്ക് ജലം. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് വരാം. ഇടവേളയ്ക്ക് മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് വീണ്ടും ഉയർന്നു. ജലനിരപ്പ് 141.66 അടിയായിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ ഇരട്ടയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇരട്ടയാർ നോർത്ത്, പുത്തൻപാലം, ഈട്ടിത്തോപ്പ്, കല്ലാർമുക്ക് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിലും ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുകയും ഒഴുകുകയുമാണ്. ഭൂതത്താൻകെട്ടിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്?
സനീഷ്, ഭൂതത്താൻകെട്ടിലെ ജലനിരപ്പ് 33.5 മീറ്ററായി ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 31 മീറ്ററായിരുന്നു ഭൂതത്താൻകെട്ടിലെ ജലനിരപ്പ്. ഇപ്പോൾ അത് 33.5 മീറ്ററായി ഉയർന്നിരിക്കുന്നു. 2.5 മീറ്റർ വെള്ളമാണ് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് കൂടിയിരിക്കുന്നത്. വലിയ തോതിലുള്ള കുത്തൊഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടമലയാറിലെയും അതേപോലെ ഇടുക്കിയിലെയും വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത്. ഭൂതത്താൻകെട്ടിൽ സന്ധിച്ച ശേഷമാണ് ഇത് പെരിയാറിലേക്ക് ഒഴുകി പോകുന്നത്. അതിൻ്റെ ഒരു വലിയ ഒഴുക്കാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇടമലയാർ പെരിയാർ വാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ജലനിരപ്പ് സംബന്ധിച്ച്? വലിയ തോതിൽ കൂടുകയാണ്. ജലനിരപ്പ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 33-40 ലെവലായിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഇവിടെ 34-95 മീറ്റർ വരെയാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എത്രമാത്രം പൊങ്ങുന്ന അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. 34-95 കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 34-95 ഷട്ടർ ഓവർഫ്ലോ ചെയ്ത് പുഴയിലേക്ക് പോകും. ഇവിടെ വേറെ ക്രമീകരണം ചെയ്യാനില്ല. നമുക്ക് ചെയ്യാവുന്ന മാക്സിമം 15 ഷട്ടറുകളും ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ താഴെ പ്രദേശങ്ങളിലൊക്കെയുള്ള അവസ്ഥ എങ്ങനെയാണ് ഇപ്പോഴും? എല്ലായിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ കംപ്ലീറ്റ് വെള്ളത്തിൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അത് റവന്യൂ അധികാരികൾ അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വീടുകളൊന്നും സബ്മർജൻസിനുള്ളൊരു ചാൻസ് ഇല്ല. വേറെ താഴെ പുഴയ്ക്ക് താഴെ ഡൗൺ സ്ട്രീമിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ആലുവ ഏരിയയിലും ഇപ്പോൾ ആലുവയും പെരുമ്പാവൂർ ഏരിയ വരെ ഇങ്ങനെ ഓരോ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മുല്ലപ്പെരിയാർ കൂടെ തുറന്നതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇത്രയും വെള്ളം കൂടുന്നത്? ശരിക്കും ഡാം തുറന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പെയ്ത്ത് വെള്ളമാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലമ്പ്രദേശങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലോ ഒത്തിരി കൂടുതലാണ്. 2 ഡാമും എല്ലാം തുറന്നിരിക്കുകയാണോ, അതിൻ്റെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ എത്രമാത്രം വെള്ളം കൂടിയിട്ടുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 3 മീറ്ററിൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ 32 മീറ്റർ 30 താഴെയായിരുന്നു. ഇന്നലെ രാവിലെയൊക്കെ 30.34 ലെവലൊക്കെ ആയിരുന്നു. ഇപ്പോൾ 33-50 ആയിട്ട് 33-50 ആവുന്നു. ഭൂതത്താൻകെട്ടിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണോ ഇത്രയും വെള്ളം കൂടുന്നത്? 2013 ഫ്ലഡ് വന്നപ്പോൾ നമ്മുടെ മാക്സിമം കപ്പാസിറ്റിയിൽ വന്നായിരുന്നു. 35 മീറ്ററോളം വെള്ളം ഹൈറ്റ് പൊങ്ങിയായിരുന്നു. ഇപ്പോൾ അത്രയും ആയിട്ടില്ല. എൻ്റെ ഒരു 1.5 മീറ്ററോടെ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂചിപ്പിച്ചതുപോലെ 34.95 ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി. ഏതാണ്ട് അതിനോടടുത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയും നിമിഷം പ്രതി വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഒഴുക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരു വെള്ളപ്പൊക്കത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സ്വാഭാവികമായും പെരിയാറിലാണ് എത്തുക. പെരിയാറിന്റെ താഴെ തട്ടിലുള്ള പ്രദേശങ്ങളിലേക്ക് ഇത് എത്തുകയും അവിടെ ഇത് നിറഞ്ഞ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആലുവയുടെ തീരങ്ങളിലേക്കാണ് ഈ വെള്ളം കുത്തിയൊഴുകി പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വെള്ളം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഇപ്പോൾ തന്നെ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പെരിയാറിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഗുരുതരമായ രീതിയിലേക്ക് പ്രശ്നങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. സനീഷ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് 34.95 അടിയാണ് അതിൻ്റെ പരമാവധി. നേരത്തെ 2013 ഇത്രയ്ക്ക് ഭീഷണമായ സാഹചര്യം ഇല്ലാതിരുന്ന 2013 35 എത്തിയിരുന്നു എന്നാണ്, 34 എത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി 1.5 അടി മാത്രമേ ബാക്കിയുള്ളൂ ഈ പരമാവധി ജലനിരപ്പിലേക്ക് എത്താൻ എന്നതാണ് ഭീഷണമായ ഒരു സാഹചര്യമായിട്ട് മുന്നിലുള്ളത്. ഒപ്പം ഈ പുഴയ്ക്ക് താഴെ ഡാം വഴി വരുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞത് പെയ്ത്ത് വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത്താണ്, ഇങ്ങനെ തന്നെ തുടരുന്ന മഴയാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നതാണ്. അതായത് ഡാമിലൂടെ വെള്ളം മുകളിൽ നിന്ന് ഒഴുക്കിവിടുക മാത്രമായിരുന്നുവെങ്കിൽ അതിനെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ മഴ കൂടെ ഇങ്ങനെ പെയ്യുന്നതാണ് പ്രധാനപ്പെട്ടൊരു ഭീഷണിയായിട്ട് ആശങ്കയായിട്ട് നിൽക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൂടുതലൊന്നും അവിടെ ചെയ്യാനുമില്ല. ഷട്ടറുകൾ പരമാവധി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ അപ്പോഴും ഭൂതത്താൻകെട്ടിൽ മറ്റുള്ളിടങ്ങളിൽ നിന്ന് വെള്ളം വന്ന് താഴുന്ന ഭൂതത്താൻകെട്ടിൽ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് ഒഴുകുന്നത് എന്നതാണ് അദ്ദേഹം നൽകിയ വിവരം. ഞാൻ തിരിച്ചു വരാം ശ്രീനാഥ് കൂടുതൽ വിവരങ്ങളിലേക്ക്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി നേരത്തെ 3 പേരെ കാണാതായിരുന്നു. അവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് അദ്ദേഹം നൽകുക. ഡാനി ഇപ്പോൾ നൽകുക. ഡാനി, രക്ഷാപ്രവർത്തനം വിജയകരമായോ? ആരെങ്കിലും കണ്ടെത്താനായോ?
സനീഷ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നേവി വളരെ സാഹസികമായി തന്നെ ഈ തിരച്ചിൽ തുടരുന്നത്. നിലവിൽ 4 പേര് ഇതിനകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കാണാതായിരിക്കുന്ന വൈപ്പിൻ സ്വദേശികളായ വിൻസെന്റ്, ബേബി എന്നിവരെ കുറിച്ചാണ് കാണാതായ 3 പേരിൽ 2 പേരെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിൽ മുളവകാട് സ്വദേശി ബിജുവിന്റെ അനുഗ്രഹ എന്നൊരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. നേവി 4 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ 4 പേരെയും വൈദ്യ പരിശോധനയ്ക്കായി നേവൽ ബേസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുരേഷ്, ശിവൻ, ബാബു ആൻഡ് ആൽബി, ഈ 4 പേരെയാണ് നേവി രക്ഷപ്പെടുത്തിയത്. INS കൽപ്പേനി ഈ ഭാഗത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കപ്പൽ കൂടി എത്തുന്നതോടുകൂടി തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാമെന്നാണ് നേവി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. ഇതിനിടയിലാണ് ആലപ്പുഴയുടെ പുറംകടൽ ഭാഗത്തു നിന്ന് അനുഗ്രഹ എന്ന കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. എന്തായാലും വിവരമറിഞ്ഞ ഉടൻ തന്നെ തെരച്ചിൽ നടത്താനായതുകൊണ്ട് നേവിക്ക് കഴിഞ്ഞതുകൊണ്ട് 4 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സനീഷ്, 4 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. 3 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം മോശമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് തന്നെ 3 പേരെ, നേരത്തെ 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ 3 പേരെ കൂടെ കണ്ടെത്താനുണ്ട് അവിടെ ഉണ്ടായ അപകടത്തിൽ നിന്ന്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലാണത്. കൊച്ചിയിൽ മത്സ്യബന്ധന ബോട്ട് കാണാതായിട്ട് 3 പേരെ, മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 3 പേരെ കാണാതായിട്ടുണ്ട്. അവരെ 3 പേർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. മറ്റൊരു അപകടത്തിൽ 4 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് പ്രസാദ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നുള്ള നൽകും. പാലക്കാട് കുറുമ്പയിലെ 8 ഊരുകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന വിവരം നേരത്തെ തന്നെയുണ്ട്. ഭാരതപ്പുഴ, ഗായത്രിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മുതലമടയിലെ പഞ്ചായത്ത് പാലം തകർന്നിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പ്രസാദ്, ഒടുവിലത്തെ ഇപ്പോഴത്തെ വിശദാംശങ്ങൾ എന്താണ്? പാലക്കാട് നഗരത്തിൽ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും ഉൾപ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും മഴ തുടരുകയാണ്. അട്ടപ്പാടി, നെല്ലിയാമ്പതി പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം മഴ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിലെ ശംഖുവാരമേടിലാണ്. ഇവിടെ ഇന്നലെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഈ വീടുകളെല്ലാം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്ന വീടുകളാണ് ഇവിടെയുള്ളത്. അട്ടപ്പാടിയിൽ ഇതോടൊപ്പം തന്നെ അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അട്ടപ്പാടിയിലെ 8 ഊരുകൾ, കുറുമ്പ മേഖലയിലുള്ള 8 ഊരുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അതോടൊപ്പം നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ആലത്തൂർ മേഖലയിൽ ഗായത്രിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ആലത്തൂർ മേഖലയിൽ പല പാലങ്ങളും വെള്ളത്തിലായിട്ടുണ്ട്. ഈ മേഖലയിലെ ഗതാഗതം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ മുതലമടയിൽ ഒരു പാലം തന്നെ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. കാമ്പ്രത്ത് ചള്ളയിലാണ് റെയിൽവേ ലൈന് സമീപത്തായിട്ടുള്ള കാമ്പ്രത്ത് ചള്ളയിലാണ് ഒരു പാലം പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുള്ളത്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതവും ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. മറ്റ് വാഹനങ്ങളെ ഒന്നും ഇതിലൂടെ കടത്തിവിടുന്നില്ല. കൂടുതൽ മറ്റ് മേഖലകളിൽ, അതായത് ഉൾപ്രദേശങ്ങളിലാണ് ഇപ്പോൾ മഴ കൂടുതലായി കനത്തിട്ടുള്ളത്. പാലക്കാട് നഗരത്തിൽ മഴയ്ക്ക് കുറവുണ്ട്. മലമ്പുഴ ഡാമിൽ നിന്നും വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇന്നലെയെല്ലാം തന്നെ കനത്ത മഴയുള്ളതിനെ തുടർന്നായിരുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം നിറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് മഴയ്ക്ക് കുറവ് വന്നതോടുകൂടി കൂടുതൽ മേഖലകളിലേക്ക് വെള്ളം കയറുന്നത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. പ്രസാദ്, വിവരങ്ങൾക്ക് നന്ദി. ഇപ്പോൾ ആലുവയിൽ നിന്ന് SS ശരൺ കൂടെ ചേരുന്നു വിവരങ്ങളുമായിട്ട്. ശരൺ, അവിടെയാണ്, ആലുവയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധയുള്ളത്. ഈ പറയുന്ന ഇടുക്കിയിൽ നിന്നും മുല്ലപ്പെരിയാറും തുറന്നുവിട്ടിരിക്കുന്ന സവിശേഷമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ വെള്ളക്കെട്ടുള്ള അല്ലെങ്കിൽ വെള്ളത്തിനടിയിലായി കഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ജലം എത്തുകയാണ് അതിശക്തമായി തന്നെ. ഏത് നിലക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ? നെടുമ്പാശ്ശേരി അടക്കമുള്ള ഇടങ്ങൾ വിമാനത്താവളം പ്രവർത്തനം നിർത്തിവെക്കുക എന്നതുപോലുള്ള കാര്യങ്ങളിലേക്ക് തന്നെയും പോകുന്നു. അസാധാരണമായ സാഹചര്യമാണ്. ആലുവയിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയാണോ? പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. ഇപ്പോൾ പുതിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പുതിയ ഇടങ്ങളിലേക്ക് ബുദ്ധിമുട്ടുകൾ വ്യാപിച്ചിട്ടുണ്ടോ?
സനീഷ്, തീർച്ചയായിട്ടും സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ദുരിതം തന്നെയാണ് എറണാകുളം ജില്ലയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായും ഡാമുകൾ തുറന്നത് മാത്രമല്ല, കനത്ത മഴയാണ് ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പെരിയാർ കരകവിഞ്ഞൊഴുകുന്നത് തീരപ്രദേശത്തുള്ളവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനൊപ്പം 2 താലൂക്കുകളിലാണ് പ്രധാനമായും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതായത് ആലുവ താലൂക്കും പറവൂർ താലൂക്കുമാണ്. അതിൽ ചെമ്പകശ്ശേരി, ആലുവ താലൂക്കിലെ ചെമ്പകശ്ശേരി, തുരുത്ത്, ചൂർണിക്കര, കീഴ്മാട്, ഏലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഇതിനകം തന്നെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറവൂർ താലൂക്കിലേക്ക് പോയാൽ തേലത്തുരുത്ത്, കുന്നുകര, കോഴിത്തുരുത്ത്, പുത്തൻവേലിക്കരയുടെ വിവിധ ഭാഗങ്ങൾ, ഒപ്പം തന്നെ കാലടിയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഇവിടെയെല്ലാം തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെരിയാർ തീരത്തുള്ളവരെ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. കമ്മട്ടിപ്പാടം അടക്കമുള്ള വിവിധ കോളനികൾ ഇതിനകം തന്നെ വെള്ളക്കെട്ടാൽ രൂപപ്പെട്ട് കഴിഞ്ഞു. പലതും വെള്ളത്തിനടിയിലായെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ MG റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗത സ്തംഭനം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പല മേഖലകളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 66 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പറവൂർ താലൂക്കിൽ മാത്രം ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം ആലുവ താലൂക്കിലാണെന്നുണ്ടെങ്കിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. വിവിധയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയുടെ തീരത്താണ്, അതായത് ആലുവ മണപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ബലിതർപ്പണ മണ്ഡപം തന്നെ കഴിഞ്ഞ ദിവസത്തെ വലിയ രീതിയിൽ വെള്ളം മാറുകയും ബലിതർപ്പണ മണ്ഡപം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ബലിതർപ്പണ മണ്ഡപം ഇപ്പോൾ മുങ്ങിത്താഴുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ ശിവക്ഷേത്രമായാലും വലിയ രീതിയിലുള്ള വെള്ളം അവിടെ എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സമീപത്തുള്ള നമ്മൾ കാണുന്ന പാലം, അവിടേക്ക് സന്ദർശകരെ ഇപ്പം കയറ്റിവിടുന്നില്ല. ഈ പാലം പൂർണ്ണമായും തന്നെ അടച്ചിരിക്കുന്നു, സന്ദർശകരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അടച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരിതം തന്നെയാണ് പെരിയാർ തീരത്തുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ പെരിയാർ തീരത്തുള്ളവർ തന്നെ ചേരുകയാണ്. സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ദുരിതം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ആശങ്ക ഇത് സൃഷ്ടിക്കുന്നുണ്ട്? ഇത് പ്രധാനമായിട്ടും 2013 നമ്മുടെ ഈ അടുത്ത കാലത്ത് 2013 ഇത്തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിച്ചത്. അതിന് തുല്യമായ രീതിയിലാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് ആലുവ നഗരത്തെ മാത്രം, ആലുവ മണ്ഡലത്തിൽ പൊതുവെ 16ഓളം ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആലുവ നഗരത്തിൽ മാത്രം 3 ക്യാമ്പുകളാണ് ഇതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. എന്നാൽ ആലുവ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ മണപ്പുറത്തിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലായ ഫ്ലാറ്റുകളിലും മറ്റുമാണ് ഗ്രൗണ്ട് ലെവലിൽ വെള്ളം കയറി ആ പ്രദേശത്തുള്ള ആളുകളാണ് മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണപ്പുറവും ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തീരപ്രദേശങ്ങളിലും പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിലും ആലുവ നഗരത്തിലെ ചെമ്പകശ്ശേരി കടവ്, ചെമ്പകശ്ശേരി പ്രദേശം, അതുപോലെ തന്നെ പറയക്കാട്ടിൽ പ്രദേശം, അതുപോലെ തന്നെ മറ്റൂക്കടവ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ പെരിക്കപ്പാലം, അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നഗരത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ പ്രധാനമായിട്ടും റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഫൈബർ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കുവാനുമൊക്കെ ഫൈബർ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് യുവജന പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് രംഗത്തുണ്ട്. ഏതായാലും ഇവിടെ ഉള്ളവർ സൂചിപ്പിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മുല്ലപ്പെരിയാറിലെ വെള്ളം ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടി എത്തുന്നതോടുകൂടി പെരിയാറിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചു എന്നുള്ളതാണ്. കാരണം സമീപത്തുള്ള തോടിൽ നിന്നുമുള്ള വെള്ളം റൺവേയിലേക്ക് കയറുകയും ഇത് ഒരു പ്രവർത്തനം നിർത്തിവെക്കുന്നതിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതായാലും വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. സനീഷ്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക എന്നതുപോലുള്ള അസാധാരണമായ കാര്യങ്ങൾ നടക്കുകയാണ്. ഇത് മാത്രമല്ല, അസാധാരണമായ കാര്യങ്ങൾ അങ്ങേയറ്റം നമ്മുടെ ജനജീവിതത്തെ, കേരളത്തിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ മഴ ദുരിതം കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ
മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഉയരുക തന്നെയാണ്. ജലനിരപ്പ് 141.66 അടിയായി ഉയർന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ജലനിരപ്പ് ഉയർന്നതിനാൽ ഇരട്ടയാർ ഡാം കൂടെ എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇതുവരെ 33 ഡാമുകൾ തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 39 ഡാമുകൾ ആകെയുള്ളതിൽ 33 ഡാമുകൾ തുറന്നിരിക്കുകയാണ്. 41 നദികളിൽ ഭൂരിഭാഗം നദികളും നിറഞ്ഞൊഴുകുകയാണ്, കവിഞ്ഞൊഴുകുകയാണ്. തീരങ്ങളിലെല്ലാം തന്നെയും അങ്ങേയറ്റം ദുരിതമയമായ സാഹചര്യമാണുള്ളത്. ഇത്തരം നദീതീരങ്ങളല്ലാത്തിടത്ത് ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള, അങ്ങേയറ്റം ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലാകെ തന്നെയുമുള്ളത്. ഇരട്ടയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തുറക്കാം എന്നതാണ് അവിടെ നിന്ന് MS സനീഷ് കുമാർ നൽകുന്ന വിവരം. ഇരട്ടയാർ നോർത്ത്, പുത്തൻപാലം, ഈട്ടിത്തോപ്പ്, കല്ലാർമുക്ക് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുകയാണ്. ക്രമാതീതം എന്ന് പറയാവുന്ന വിധത്തിൽ ഉയരുകയാണ്. അത് തടയാൻ മറ്റു മാർഗങ്ങളില്ലാത്ത വിധം, അല്ലെങ്കിൽ ഒഴുക്കിവിട പൂർണ്ണമായ തോതിൽ ഷട്ടറുകൾ ഉയർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ എപ്പോഴും ജലം ഉയരുകയാണ് ജലനിരപ്പ് എന്നാണ് ഭൂതത്താൻകെട്ടിൽ നിന്നുള്ള വിവരങ്ങൾ. ഇടുക്കിയും ഡാമും മുല്ലപ്പെരിയാറും തന്നെ തുറന്ന് വിട്ടിരിക്കുകയുമാണ്. വളരെ പെട്ടെന്ന് വരാം എല്ലാ വിവരങ്ങളുമായിട്ട് ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് 141.66 അടിയായി. ജലനിരപ്പ് ഉയർന്നതിനാൽ ഇരട്ടയാർ ഡാം എപ്പോൾ വേണമെങ്കിലും തുറക്കാം. ഇരട്ടയാർ നോർത്ത്, പുത്തൻപാലം, ഈട്ടിത്തോപ്പ്, കല്ലാർമുക്ക് തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MS സനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നു. അനീഷ്, ഇരട്ടയാർ ഡാം തുറക്കുക എപ്പോഴേക്ക് ആണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇരട്ടയാർ ഡാം കൂടെ തുറക്കുമ്പോൾ ഏത് നിലക്കാണ് സാഹചര്യങ്ങളെ അത് സ്വാധീനിക്കുക? ഏറ്റവും അടിയന്തരമായി നമുക്ക് നൽകാനുള്ള വിവരം, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുന്നു എന്ന അടിയന്തര സന്ദേശം ഇടുക്കി കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. 142 അടി വരെയാണ് തമിഴ്നാടിന്റെ സംഭരണ ശേഷി. ഇത് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ അല്ലെങ്കിൽ ഉയർന്ന തോതിലുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാം എന്ന അടിയന്തര ജാഗ്രതാ നിർദ്ദേശമാണ് കളക്ടറേറ്റിൽ നിന്നും നൽകിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുന്നു. അതുകൊണ്ട് ഉയർന്ന തോതിലുള്ള വെള്ളം ഒഴുക്കുണ്ടാവും. പെരിയാറിന്റെ തീരത്ത് 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന എല്ലാവരും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ഉടൻ മാറണം എന്ന അടിയന്തരമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ഇടുക്കി അണക്കെട്ടിലേക്ക് ഇനി ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് കൂടും. ചപ്പാത്തിലും വള്ളക്കടവിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ ആ തീരപ്രദേശങ്ങളിൽ എത്തുന്ന വെള്ളത്തിന്റെ അളവ് ഏറെ വർദ്ധിക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. അതോടുകൂടി ഇടുക്കിയിൽ നിന്നും ഒരുപക്ഷെ ഈ വെള്ളത്തിന് ആനുപാതികമായ മറ്റൊരു തുറന്നുവിടൽ ഇടുക്കിയിലും അനിവാര്യമായി വരും. ഇത് സംബന്ധിച്ച ഒറ്റഭാഷകൾ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പുകൾ എത്തോടെ നടക്കുന്നുണ്ട്. അതായത് 2 മീറ്ററും 3 മീറ്ററും ഒക്കെ കണ്ടായി ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിനുള്ള ഭാഗങ്ങളുടെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. സനീഷ്, നന്ദി അനീഷ്. വിവരങ്ങൾക്ക് ആശ്വാസകരമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നതാണ് ആഗ്രഹമെങ്കിലും അങ്ങനെയുള്ള സാഹചര്യമല്ല അവിടങ്ങളിൽ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ മാത്രമല്ല, ഇടുക്കിയിൽ മാത്രമല്ല, മറ്റുള്ളിടങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ഇതിനകം ഈ മണിക്കൂറുകളിൽ ആകപ്പാടെ മഴയൊരൽപ്പം പിൻവാങ്ങി നിൽക്കുന്നുവെന്ന് പറയാൻ സാധിച്ചത് വയനാട്ടിലെ പനമരത്ത് നിന്ന് മാത്രമാണ്. പനമരത്ത് 2 മണിക്കൂറായിട്ട് മഴ ഒരൽപ്പം പിൻവാങ്ങി നിൽക്കുകയാണെന്ന കാര്യം അവിടെ നിന്ന് അശ്വിൻ വല്ലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളിടങ്ങളിലെല്ലാം മഴ തുടരുകയാണ്, അല്ലെങ്കിൽ മഴ ഒരൽപ്പം അപ്പോൾ തന്നെ പെയ്യാവുന്ന സാഹചര്യം തന്നെ നിൽക്കുകയുമാണ്. ഈ പറയുന്ന 17-ാം തീയതി വരെ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ നെടുമ്പാശ്ശേരി വിമാനത്താവളം പ്രവർത്തിക്കുകയില്ല എന്നതാണ് ഈ കാര്യങ്ങളിലാകെ തന്നെയുമുള്ള ഗൗരവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗൗരവം ഉള്ള സാഹചര്യമാണിതെന്ന് പുറത്തേക്ക് തരുന്ന തെളിവുകളിലൊന്ന്. പക്ഷേ അതേക്കാൾ കൂടുതൽ ആളപായം തന്നെയും മലപ്പുറത്ത് നടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇടുക്കിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് വലിയ തോതിൽ താഴേക്ക് വെള്ളമെത്തുകയാണ്. മഴ തുടരുകയുമാണ്. വളരെ പെട്ടെന്ന് വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇടവേള.